നെൽകർഷകരുടെ സമരവേദിയിൽ കളക്ടർ എത്തിയതിനെ ചൊല്ലി വിവാദം. ഒരാഴ്ചയിലധികം നീണ്ട നിരാഹാര സമരം കളക്ടറാണ് നാരങ്ങാനീര് നൽകി അവസാനിപ്പിച്ചത്. കളക്ടർ സമരവേദിയിലെത്തിയത് ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി AIYF മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകി. കളക്ടർ നമ്മുടെ പ്രിയപ്പെട്ട കളക്ടറും പ്രിയപ്പെട്ട നാരായണ സാർ ശരത്ത് ചേരുന്നു നമുക്കൊപ്പം. ശരത്ത്, ഒരു സമരവേദിയിൽ കളക്ടർ എത്തി നാരങ്ങാവെള്ളം കൊടുത്ത് സമരം അവസാനിപ്പിക്കുന്നതൊക്കെ നമ്മൾ അധികം കാണാത്ത ഒരു കാഴ്ചയാണ്. എങ്ങനെയാണ് കളക്ടർ അവിടെ എത്തിയത്? വന്നതിപ്പോൾ വിവാദമായോ? സുജയ, നവംബർ 26-നാണ് ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിൽ നെൽകർഷകരുടെ സമരം ആരംഭിച്ചത്. സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരെയായും ഒപ്പം കുട്ടനാട്ടിലെ കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങളും ഉന്നയിച്ചായിരുന്നു. അതായത് നെൽസംഭരണം, കാർഷിക കലണ്ടർ, നെല്ലിന്റെ വില വർധന തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ടറേറ്റിന് മുൻപിൽ നെൽകർഷകരുടെ സമരം ആരംഭിച്ചത്. ഒരാഴ്ചയിലധികമായി ഈ നിരാഹാര സമരം കളക്ടറേറ്റിന് മുമ്പിൽ തുടരുകയാണ്. ഇന്നലെ മന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ ഓൺലൈനിൽ മന്ത്രി യോഗത്തിൽ ചേർന്ന ശേഷമാണ് ഇതിലൊരു തീരുമാനമാവുകയും പിന്നീട് സമരം അവസാനിപ്പിക്കുന്നതിലേക്കും കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഇതിലേറ്റവും പ്രധാനമായത് ഈ സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് സമരവേദിയിലേക്ക് ജില്ലാ കളക്ടർ എത്തിയെന്നുള്ളതാണ്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഇത്തരത്തിൽ സമരക്കാർക്ക് നിരാഹാരം കടന്ന സമരക്കാർക്ക് നാരങ്ങാനീര് നൽകിയ ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ജില്ലാ കളക്ടർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോ സർവീസിലിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സമരവേദികളിലെത്തി അത് അവസാനിപ്പിക്കുന്നത്, അതായത് ചർച്ചകൾ നടത്താൻ വേണ്ടി സമരവേദികൾ എത്താറുണ്ട്. പക്ഷേ നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിക്കുന്ന സമീപനം ഉണ്ടാകാറില്ല. ഇത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് ഉയരുന്ന ആക്ഷേപം. പ്രധാനമായും AIYF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും AIYF മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകിയെന്നുള്ളതാണ് അറിയുന്നത്. ഓക്കെ, ശരത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സമരവേദിയിൽ കളക്ടർ എത്തിയതിലാണ് വിവാദം ഉണ്ടായിരിക്കുന്നത്.